പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് വിശുദ്ധ മർത്തായുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ലാസറിൻ്റെ സഹോദരിമാരാണ് വിശുദ്ധ മർത്തായും മറിയവും. ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുടുംബമായിരുന്നു. ഈശോയെ സ്നേഹിക്കുകയും ഈശോയെ എപ്പോഴും സ്വീകരിക്കുകയും ചെയ്ത കുടുംബവുമായിരുന്നു ലാസറിൻ്റേത്. മറിയത്തെക്കുറിച്ചുള്ള ചരിത്രം നമുക്കറിയാം. നമുക്കെപ്പോഴും ഇത്തിരി കൂടുതൽ അടുപ്പവും സ്നേഹവും മറിയത്തോടാണ് പലപ്പോഴും ഉള്ളത്. കാരണം യേശു അവളെക്കുറിച്ച് പറഞ്ഞ അഭിപ്രായം അവൾ നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്നുള്ളതാണ്. കർത്താവിൻ്റെ സമീപത്തിരുന്ന് പാദാന്ത്യത്തിലിരുന്ന് അവിടുത്തെ വചനം ശ്രവിച്ച അവളെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത് അവൾ നല്ല ഭാഗം തിരഞ്ഞെടുത്തുവെന്ന്. അപ്പോൾ നമുക്ക് ഈ മറിയത്തോടാണ് ഒരു അടുപ്പമുള്ളത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് മർത്തായുടെ ദിനമാണ്. ഇന്നത്തെ സുവിശേഷം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് മർത്തായാണ്. വലിയൊരു വിശ്വാസത്തിൻ്റെ ഉടമയായിട്ടാണ് മർത്തായെ അവതരിപ്പിച്ചിരിക്കുന്നത്. മറിയം യേശുവിനെ സ്വീകരിക്കുവാനായിട്ട് പുറത്തു വരാതിരിക്കുമ്പോഴും മർത്തായാണ് ചെന്ന് യേശുവിനെ സ്വീകരിക്കുകയും അവനെ ഭവനത്തിലേക്ക് സ്വീകരിക്കുകയും കർത്താവ് ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്ന് പറയുകയും അതുപോലെ കർത്താവ് പറഞ്ഞ വചനങ്ങളൊക്കെ വലിയ വിശ്വാസത്തോടെ ഏറ്റെടുക്കുവാനായിട്ടും ആ വിശ്വാസം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് മർത്തായെ നമ്മളിന്ന് കാണുന്നത്. അങ്ങനെ ആ ഒരു വലിയ വിശ്വാസം പ്രഖ്യാപിക്കുന്ന അവൾക്കാണ് കർത്താവിൻ്റെ ദർശനം, ദൈവമഹത്വം ദർശിക്കുവാനായിട്ട് സാധിച്ചത്. അവളുടെ സഹോദരനെ കർത്താവ് ഉയർപ്പിച്ചു നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ സങ്കടപ്പെടുന്ന അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ, ഒരു വേദനയോ ദുഃഖമോ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുമ്പോൾ, എന്തുതന്നെ അസ്വസ്ഥതകളായാലും കർത്താവിനെ സ്വീകരിക്കുവാനായിട്ട് നമുക്കും സാധിക്കണം. നമ്മുടെ സങ്കടങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ തുറന്നു പറയുവാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ വിശ്വാസത്തോടെ കർത്താവിനെ സമീപിക്കുമ്പോൾ, സ്വീകരിക്കുമ്പോഴാണ് നമ്മുടെ എല്ലാ പ്രശ്നത്തിനും കർത്താവ് പരിഹാരം കണ്ടെത്തി തരുന്നത്. നമ്മുടെ പ്രയാസങ്ങൾ എന്തുതന്നെ ബുദ്ധിമുട്ടുള്ളതായാലും, ഒരുപക്ഷെ കല്ലറയുടെ ഉള്ളിലിരിക്കുന്നൊരവസ്ഥയാണെങ്കിലും കർത്താവിന് ആ അവസ്ഥയിൽ നിന്നും നമ്മെ മോചിപ്പിക്കുവാനായിട്ട് സാധിക്കും. കല്ലറ തുറക്കുവാനും ആ കല്ലറയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനും ജീവൻ നൽകിയ അവനെ പുറത്തേക്ക് കൊണ്ടുവരുവാനുമായിട്ട് കർത്താവിന് സാധിക്കും. നമ്മളുടെ ചിന്തകളേക്കാൾ അതീതമാണ് ദൈവത്തിൻ്റെ ചിന്തകളും പ്രവൃത്തികളും. പ്രിയപ്പെട്ടവരെ, നമുക്ക് മർത്തായെ പോലെ യേശുവിനെ സ്വീകരിക്കുവാനും വലിയ വിശ്വാസത്തിൻ്റെ ഉടമയായി തീരുവാനുമായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. നമ്മുടെ കുടുംബങ്ങളിലേക്ക്, പ്രയാസങ്ങളിലേക്ക് കടന്നു വരുന്ന കർത്താവ് നമ്മുടെ എല്ലാ പ്രതിസന്ധികളെയും എടുത്തു മാറ്റുമെന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ നമുക്ക് ഈ ദിവ്യബലി അർപ്പിക്കാം. കർത്താവിൽ നിന്നും അകന്നുപോയ, സ്വീകരിക്കാതെ പോയ നിമിഷങ്ങളെ ഓർത്ത് നമുക്ക് പശ്ചാത്തപിക്കുകയും ചെയ്യാം. വിശുദ്ധ മർത്തായുടെ പ്രത്യേകമായ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് ഈശോയ്ക്ക് പ്രിയപ്പെട്ട കുടുംബമായി മാറുവാൻ നമുക്കും ആഗ്രഹിച്ച് ഈ ദിവ്യബലിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കാം.